Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റ് വോയിസ് 20ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചാനൽ കാണുന്നവർക്കറിയാം, മാർക്കറ്റ് വോയിസിൽ മാർക്കറ്റിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ട്, എങ്ങനെ കസ്റ്റമറെ മീറ്റ് ചെയ്യണം, എങ്ങനെ സെയിൽസ് ഗ്രോത്ത് ചെയ്യണം, എക്സിക്യൂട്ടീവ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. കടയിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ഒന്നിലധികം കസ്റ്റമേഴ്സ് ഒരേ സമയം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത് വളരെ വാല്യൂ ഉള്ള, മൂല്യവർത്തായ ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഷോപ്പ് അധികം കസ്റ്റമർ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് ഒന്നിലധികം കസ്റ്റമേഴ്സ് കയറി വരുമ്പോൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നമുക്ക് അതിൻ്റെ വഴികളിലേക്ക് ഒന്ന് നടക്കാം. ആദ്യത്തെ ഒരു കാര്യം, അദ്ദേഹം മിതമായ വിലയ്ക്ക്, മാന്യമായ വിലയ്ക്ക് സാധനങ്ങൾ, പ്രോഡക്റ്റുകൾ വിൽക്കുന്നത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ റീസൺ, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ അദ്ദേഹം അവിടെ വിൽക്കുന്നുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം, ആ പ്രോഡക്റ്റിന് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ സഡനായിട്ട് ഷോപ്പുകാരനെ അറിയിച്ചാൽ അദ്ദേഹം പറയും തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അത് സെറ്റിൽ ചെയ്ത് അത് റീപ്ലേസ്മെൻറ്റ് കൊടുത്ത് അങ്ങനൊരു ട്രസ്റ്റ് കസ്റ്റമറുടെ ഇടയിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനൊരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാകാം ആ ഷോപ്പുകാരൻ. ഇതൊന്നും അല്ലാത്തൊരു റീസൺ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകളെ അയാൾക്ക് വളരെ ഇഷ്ടമാണ് ആ കസ്റ്റമേഴ്സിന്. അതുകൊണ്ടായിരിക്കാം ആ സറൗണ്ടിങ്, ആ ഏരിയ, അവിടെ നിൽക്കുന്നതും ആ ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു നല്ലൊരു സറൗണ്ടിങ് ലൊക്കേഷൻ ആയിരിക്കാം അത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അട്രാക്ഷൻ ആ ഷോപ്പിലേക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത്, ഇങ്ങനെ ഒന്നിച്ച് വരുന്നവരുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും നിങ്ങൾക്ക് വേണ്ടത്, ഒരു റീറ്റെയിൽ ഷോപ്പുകാരനെ വേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്. എന്ത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ വേണം? ഹോട്ട് കസ്റ്റമേഴ്സിനെ വേണം. എന്താണ് ഹോട്ട് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്? അവിടെ വന്നിട്ട് വില ചോദിച്ച് പോകുന്നവരായിരിക്കരുത്, പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നവരായിരിക്കണം. പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, പർച്ചേസിങ് പവർ ഉള്ളവരായിരിക്കണം ആ റീറ്റെയിൽ ഷോപ്പിലേക്ക്, നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നവർ. അവർ വന്നു നിൽക്കുന്ന ഓരോ ആളുകളും നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾ ഉയരണം. അതിന് എന്ത് ചെയ്യണം? ഫസ്റ്റിലെ എന്താണ് ചെയ്യേണ്ടത്? 5 കസ്റ്റമർ വന്നു എന്ന് വിചാരിക്കട്ടെ. ആ കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിന്റെ മുന്നിലേക്ക് വരികയാണ്. ഒരു ഐ കോണ്ടാക്ട്, അവരെ എല്ലാവരെയും നോക്കിയിരിക്കണം, ഒരു സ്മൈല് കൊടുത്തിരിക്കണം. ഇരിക്കാൻ സീറ്റ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്, അതുപോലെ ആ സാർ ഇരിക്കൂ, ചേട്ടാന്ന് വിളിക്കണം, ആ ചേട്ടാ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ പിടിച്ചിരുത്തണം സ്നേഹത്തോടെ. നിങ്ങൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ ആ ക്യാഷ് കൗണ്ടറിൽ നിന്നും എഴുന്നേൽക്കണം. അല്ല എഴുന്നേൽക്കാതെ, അവര് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വന്നവരല്ലേ, അവര് വേണമെങ്കിൽ വരട്ടെ, വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫാൻ്റെ ചുവട്ടിൽ കുറച്ചുകൂടി വിശാലമായി ചാരി ഇരുന്ന് TV കാണുന്ന പോലെ, അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന പോലെ ഇരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ ഷോപ്പിലേക്ക്, നിങ്ങളുടെ ഉറവിടത്തിലേക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നവരാ, ആവശ്യക്കാരായിട്ട് വന്നിരിക്കുന്നതാണ്. നിങ്ങൾ എന്തിനാണ് അവിടെ തുറന്നിരിക്കുന്നത്? രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു കസ്റ്റമറാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഓരോ കസ്റ്റമറും നിങ്ങളുടെ റവന്യൂ ആണെന്നുള്ള ബോധത്തിലൂടെ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവരെ അടുത്ത് പോയി, ഇരിക്കൂ ചേട്ടാ, അല്ലെങ്കിൽ ഇരിക്കൂ സാർ, എന്ത് പ്രോഡക്റ്റാണ് വേണ്ടത് എന്ന് ഓരോരുത്തരോടും ചോദിക്കണം. ചില ഷോപ്പുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഹോട്ടലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ട ഭാവം വയ്ക്കില്ല.
നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വന്ന് അവിടെ നിന്നാൽ എന്താ വേണ്ടതെന്ന് ചോദിക്കില്ല, ഒരു നോട്ടം പോലും നോക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കസ്റ്റമർ എന്ത് ചെയ്യും? വേറെ ഷോപ്പിലേക്ക് പോകും. ഇവിടെ അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ പോയി എനിക്ക് മേടിക്കാൻ സാധിക്കുമല്ലോ, ഇവന്റെ ഈ മുഖം കാണണ്ടല്ലോ, ഒന്ന് നോക്കുക പോലുമില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, 2 പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കുന്ന പോലുമില്ല. കസ്റ്റമർ ഈസ് ദ കിങ്. അതിന് യാതൊരു മാറ്റം ഇന്നും വന്നിട്ടില്ല. കസ്റ്റമർ കിങ് തന്നെയാണ്, രാജാവ് തന്നെയാണ് കസ്റ്റമർ. ഡിസിഷൻ പവർ അയാളുടെ കയ്യിലുണ്ട്. കാരണം പൈസ അയാളുടെ കയ്യിലുണ്ട്. അയാൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എടുക്കാനുള്ള കഴിവ്, എബിലിറ്റി അയാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അയാൾക്ക് ചൂസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അവിടെ മണി ഉണ്ട്, കയ്യിൽ കാശുണ്ട്. ആ കാശ് കൊടുത്താലാണ് നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുള്ളൂ. അയാൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ പറ്റും. ശരിയാണോ? അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിന്റെ ഇടയിലേക്കും ഐ കോണ്ടാക്ട് വിടുകയും അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്ന് ചോദിക്കുകയും ഒരു സ്മൈല് കൊടുക്കുകയും അവരെ വളരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെയർ ഉള്ളവരെ ഇരുത്തുകയും അല്ലാത്തവരെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റേജ് എന്ത് ചെയ്യാം? നിങ്ങളുടെ അടുത്ത സുഹൃത്തും പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ അമ്മായിയുടെ മോൻ വന്നിട്ടുണ്ട്, അമ്മാവിന്റെ മോൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അളിയന്റെ സുഹൃത്ത് വന്നിട്ടുണ്ട്. അടുത്ത ആൾക്കാരാ, കുടുംബത്തിലെ അടുത്ത ആൾക്കാരാണെങ്കിലും അവരോടൊക്കെ പറയാം, എടാ ഒന്ന് നിൽക്കട്ടോ, ഈ ചേട്ടനൊന്ന് എടുത്തു കൊടുക്കട്ടെ. നമുക്ക് ആ ഷോപ്പിലേക്ക് ഫസ്റ്റ് വാക്കിൻ ചെയ്യുന്ന കസ്റ്റമർ ആരാണ് എന്ന് നോക്കണം. ഫസ്റ്റ് ആദ്യമായിട്ട് ആ കസ്റ്റമർ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആദ്യം വാക്ക് ചെയ്ത കസ്റ്റമർ ആര്, അതിന് പ്രിഫറൻസ് കൊടുക്കണം. ഒരു പരിചയമില്ലാത്ത ആളാണ് നിങ്ങളുടെ ഷോപ്പിലേക്ക് ആദ്യം കയറി വന്നത്. അദ്ദേഹം ഒരു ചെറിയ ഐറ്റത്തിന് വേണ്ടിയായിട്ടാണ് നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നത്. അതിനുശേഷമാണ് അമ്മാവിൻ്റെ മോൻ വന്നത്. ഒരു വലിയ ബൾക്ക് ഐറ്റം വാങ്ങിക്കാനായിട്ടാണ് അമ്മാവിൻ്റെ മോൻ വന്നത്. എടാ ഒരു 5 മിനിറ്റ് ഈ ചേട്ടന് ഞാൻ ഈ ഐറ്റം ഒന്ന് എടുത്ത് കൊടുത്തോട്ടെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോടാ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അമ്മാവിൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ചേട്ടൻ്റെ കാര്യം അങ്ങ് സോൾവ് ചെയ്ത് വിടുക. അയാൾക്ക് ഹാപ്പിയാവും. കാരണം എന്താ, അവിടെ അയാൾ കേൾക്കെ പറയാണ്, നീ ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്, ഈ ചേട്ടൻ ഞാനൊന്ന് ഈ ചെറിയ ഐറ്റം ഒന്ന് എടുത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് സംതൃപ്തിയായി. അയാളെ കൺസിഡർ ചെയ്തു, അയാളെ റെസ്പെക്റ്റ് ചെയ്തു. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഒരാളുടെ ആദരവ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്. അയാളെ അംഗീകരിക്കുമ്പോൾ, അയാളെ കൺസിഡർ ചെയ്യുമ്പോൾ, അയാളെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ. ഇത് വേറെ ഒരു ലെവൽ ഓഫ് റെസ്പെക്റ്റാണ്. അയാൾ ഒരു പ്രോഡക്റ്റ് ചോദിച്ചുകൊണ്ട് വന്നു. അയാൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത്ര വെൽ ഡ്രസ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ലുങ്കി ഉടുത്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്, ചെറിയൊരു കളർ കുറഞ്ഞ ഒരു ഷർട്ട് ഇട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ കസ്റ്റമറെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ അതിനേക്കാൾ ഫോഴ്സോടെ ആ കസ്റ്റമർ നിങ്ങളെ തേടി വരും, അടുത്ത പർച്ചേസ് ആയിട്ട് വരും. അത് ചിലപ്പോൾ ഒരു ബൾക്ക് ഓർഡർ ആയിരിക്കാം, ചിലപ്പോൾ അത് ചെറിയ ഓർഡർ ആയിരിക്കാം. എങ്കിലും റീവിസിറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഡെഫിനറ്റ് ആണ്, സത്യമാണ്. അതിനുശേഷം നമുക്ക് പരിചയമുള്ള സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് അയാൾക്ക് ഐറ്റം എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ മൂന്നാമതൊരു ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും അയാളുടെ അടുത്ത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാം. നിൽക്കൂ, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ആയിട്ട് ഒരു ഇൻട്രാക്ഷനോ എന്തെങ്കിലും തരത്തിലുള്ളൊരു കാര്യങ്ങൾ, ഒരു ഇൻട്രാക്ഷൻ അവിടെ ആ സറൗണ്ടിങ് അനുസരിച്ച് ഈ ഒരു റിലേഷൻ അവിടെ നിൽക്കുന്ന കസ്റ്റമറുടെ ഇടയിൽ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും പോയിന്റുകളോ ചിരിയോ എന്തെങ്കിലും ചെറിയ തമാശകളോ ഒക്കെ പറയാനുള്ള, അത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻട്രാക്ഷൻ്റെ ഒരു ഏരിയ അവിടെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം. അയാൾക്ക് ഫീൽ ചെയ്യണം. ആർക്ക് ഫീൽ ചെയ്യണം? ആർക്കാ ഫീൽ ചെയ്യേണ്ടത്? അവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യണം, ആരൊറ്റയ്ക്കാണെന്ന്. ഞാൻ ഒറ്റയ്ക്കാണ്.
ഈ ഷോപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നുള്ള ഫീല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഷോപ്പിന്റെ ഓണറായ റീറ്റെയിലർക്ക് കൊടുക്കാൻ പറ്റണം. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഫീല് അവിടെ നിൽക്കുന്ന 5 കസ്റ്റമേഴ്സിനും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. എങ്ങനെ കൊടുക്കാൻ പറ്റും? അവർ വരുമ്പോൾ തളർന്ന് പഴങ്കഞ്ഞി കുടിച്ച പോലെ, പഴങ്കഞ്ഞൊക്കെ നല്ല സാധനം കേട്ടോ, നല്ല കാന്താരിമുളകും തൈര് ഒഴിച്ചു കൂട്ടിയ പഴങ്കഞ്ഞൊക്കെ സൂപ്പർ സാധനമാണ്. അപ്പൊ പണ്ടൊക്കെ പറയുന്ന പോലെ ഈ എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ എനർജി നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്ടോ എന്ത് കഴിച്ചാലും ഈ തളർന്ന 12 എന്നൊക്കെ പറയില്ല, അതുപോലെ നിൽക്കരുത്. എനർജറ്റിക് ആയിരിക്കണം. ആ ഷോപ്പിൽ ഉത്സാഹം കാണിക്കണം. പ്രോഡക്റ്റ് എടുത്തു കൊടുക്കാൻ നമുക്ക് ഭയങ്കരമായ ഒരു അഭിനിവേശം, ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി, ഭയങ്കര സന്തോഷം എടുത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള ഫീല് ആ കസ്റ്റമേഴ്സിന് വരുത്തി തീർക്കുകയും എൻ്റെ പ്രോഡക്റ്റ് എടുത്ത് തരുന്നതിന് വേണ്ടി ഒറ്റയ്ക്കുള്ള ആൾ എന്ന നിലയ്ക്ക് പുള്ളി വളരെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഈ 5 കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും പാസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഒരു പക്ഷേ അവിടെ നിങ്ങളുടെ അമ്മാവിൻ്റെ മോനോ അല്ലെങ്കിൽ അമ്മായിയുടെ മോനോ എന്ത് ചെയ്യും? ചേട്ടാ വാ നമുക്കത് എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി കൂടി നിങ്ങളുടെ ഷോപ്പിനകത്തേക്ക് കയറി ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള സാധ്യത, പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീൽ എന്താണെന്ന്, നിങ്ങൾക്ക് 5 പേർക്കും പ്രോഡക്റ്റ് എടുത്തു കൊടുക്കാനുള്ള ഫീല് ഒരു റീറ്റെയിലർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് എന്നുള്ള ഫീല്, ഒരു ട്രാൻസ്ഫർമേഷൻ നടത്താൻ ആ 5 കസ്റ്റമേഴ്സിനും അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർ ഒരു ഷോപ്പിലേക്കും പോവില്ല, അവിടെ വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ ഐ കോണ്ടാക്ട് കൊടുത്തു, അവിടെ ഇരിക്കാൻ പറഞ്ഞു, ആ പ്രോഡക്റ്റ് സ്മൈൽ ചെയ്തു, ആ പ്രോഡക്റ്റ് തിരയുന്നതിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയല്ലേ? ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ആ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്ത, ഒരു കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്ത, ആ റിലേഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഒരിടത്തും പോവില്ല, അവിടെ നിന്ന് തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടേ പോവുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഈ 5 കസ്റ്റമർ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ ഒരു റിലേഷൻ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് ആ ഷോപ്പിൽ. അതുകൊണ്ടാണ് ഒന്നിച്ച് ഒരു 5, 3, 4 കസ്റ്റമർ ഒന്നിച്ച് വരുമ്പോൾ ഒന്നിച്ച് ആ ഷോപ്പിലേക്ക് തന്നെ വരുന്നത്. മറ്റുള്ള ഷോപ്പിലേക്ക് അടുത്തുണ്ടായിട്ടും പോകാതെ വരുന്നത് ആ ഒരു കസ്റ്റമർ റാപ്പോയും റിലേഷനും ആ റീറ്റെയിലുകാരൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ റീറ്റെയിലുകാരൻ അങ്ങനെ ഒരു കസ്റ്റമർ റാപ്പോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ആ ഷോപ്പിലേക്ക് തന്നെ കസ്റ്റമർ വീണ്ടും അങ്ങോട്ട് തന്നെ വരുന്നത് എന്നുള്ള ഒരു അവബോധം സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക തന്നെ ചെയ്യും. അന്നത്തെ ദിവസം അദ്ദേഹത്തിന് പറയാം, ഇന്ന് സ്റ്റാഫ് 2 പേരുണ്ടായി, ഒരാൾക്ക് ഫീവർ പനി വന്നു, ഒരാൾക്ക് വേറൊരു അത്യാവശ്യം ഒരു കല്യാണം വന്നു, അങ്ങനെ പോയിരിക്കുകയാണ്, ഞാൻ തനിച്ചാണുള്ളൂ എന്നൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്യില്ലേ? അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകും. നല്ല കസ്റ്റമറാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ പെരുമാറിയിട്ട് ഞാനൊരു റീറ്റെയിൽ ഷോപ്പിൽ വരികയാണെങ്കിൽ, ഞാൻ നിൽക്കുകയാണ്, ആ റീറ്റെയിൽ ഷോപ്പുകാരൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാനത് പൂർണ്ണ അക്സെപ്റ്റ് ചെയ്ത് അവിടെ 5 10 മിനിറ്റ് നിൽക്കാൻ ഞാൻ തയ്യാറാവും. നമുക്ക് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രോഡക്റ്റ് എത്ര പൈസയ്ക്ക് വാങ്ങിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു കസ്റ്റമർ റാപ്പ് നമുക്ക് കിട്ടണം. നമ്മൾ പൈസ കൊടുത്താണോ വാങ്ങിക്കുന്നത്? നല്ലൊരു പെരുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഒരു കസ്റ്റമർ. ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്താ? നല്ല പെരുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന റീറ്റെയിലറിൽ നിന്നും നല്ലൊരു പെരുമാറ്റം, സ്നേഹത്തോടെയുള്ളൊരു സംസാരം, സ്നേഹത്തോടെയുള്ളൊരു പുഞ്ചിരി, സ്നേഹത്തോടെയുള്ളൊരു വർത്താനം, സുഖമാണോ ചേട്ടാ, ഇതൊക്കെ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അങ്ങനെ കൊടുത്താൽ ഏത് കസ്റ്റമറും നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡെഫിനറ്റായ സത്യമാണത്. ഈ 5 കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 5 കസ്റ്റമറുടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് 6ാമത്തെ ഒരു കസ്റ്റമർ വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ 5 കസ്റ്റമറെ ഡീൽ ചെയ്ത് കഴിയാതെ ഈ 6ാമത്തെ കസ്റ്റമറെ
പ്രശ്നങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വിടാൻ ശ്രമിക്കരുത്. അതൊരു ഭയങ്കര ഇൻസൾട്ടിങ് ആണ് മറ്റുള്ളവർക്ക്. അതിപ്പോൾ അമ്മായിയുടെ മോൻ്റെ കാര്യമായാൽ പോലും, അല്ലെങ്കിൽ അയാൾ പാർട്ണറായിരിക്കണം ഷോപ്പിൽ, എന്നാൽ പിന്നെ കുഴപ്പമില്ല, വരുന്നത് ഇൻകാണെന്ന് എങ്കിലും വിചാരിക്കും, റവന്യൂ ആണെന്നെങ്കിലും വിചാരിക്കും. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ 5 കസ്റ്റമറുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത ശേഷം മാത്രമാണ് 6ാമത്തെ കസ്റ്റമറോട് ആദ്യം പറഞ്ഞ പോയിന്റുകളും ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളെ എവിടെയെങ്കിലും സൈഡിൽ ഇരുത്തി എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഇപ്പോൾ എടുത്തുകൊണ്ട് തരാട്ടോ എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച് സ്വാതന്ത്ര്യപ്പിച്ച് നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് നിർത്താൻ സാധിക്കണം. ഒരു പരിധി വരെ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഈ സിസ്റ്റം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്നയാളെ ആദ്യം പറഞ്ഞു വിടുക. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്നവരെ ആദ്യം പുറത്തേക്ക് പറഞ്ഞു വിടാൻ സാധിക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്, അവരെ ഒന്ന് നോക്കണം, അവരെ നോക്കി ഒന്ന് ചിരിക്കണം, എന്താണ് വേണ്ടതെന്ന് ചോദിക്കണം. ഇരിക്കൂ സാർ, ഇപ്പോൾ അത് എടുത്തുകൊണ്ട് തരാം എന്ന് പറയണം. സ്നേഹത്തോടെയുള്ള ഇടപെടൽ നടത്തുമ്പോൾ, അവരെ നോക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, അവരെ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ കൺസിഡർ ചെയ്യുന്നതൊക്കെ എന്താണ്, അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരവും അവർക്ക് കിട്ടുന്ന ആ ഷോപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റുമാണെന്നുള്ള ബോധ മണ്ഡലത്തിലേക്ക് ഒരു റീറ്റെയിലർ ഉയരുമ്പോൾ നിങ്ങളുടെ അടുത്തു നിന്നും തന്നെ പ്രോഡക്റ്റ് വാങ്ങിച്ച് അവർ പോവുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.